വയനാട് സന്ദർശിക്കാൻ പോയാലോ? വയനാടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ആദ്യം അറിയാലോ അല്ലേ? കേരള സംസ്ഥാനത്തിലെ 12ാമത്തെ ജില്ലയാണ് കേട്ടോ വയനാട്. ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയാണ്. 1980 നവംബർ 1 വയനാട് ജില്ല രൂപം കൊണ്ടത് തന്നെ. പിന്നെ കേരളത്തിലെ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ലയാണ് കേട്ടോ. അതിനൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? കോഴിക്കോടും കണ്ണൂരും എന്നീ ജില്ലകളുടെ ഭാഗമായിരുന്നു പണ്ട് വയനാട്. അവിടെ നിന്നുള്ള സ്ഥലം അടർത്തിയെടുത്ത് വയനാടിന് രൂപം കൊടുത്തു. പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. കബനി നദിയാണ് ഈ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. പിന്നെ കർണാടകയും തമിഴ്നാടും 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എന്ന ബഹുമതി കൂടി നമ്മുടെ ഈ വയനാടുണ്ട് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് വയനാട് ജില്ല നിലകൊള്ളുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗം ഉൾപ്പെടുന്നു. വയനാട് ജില്ലയുടെ മൊത്തം വിസ്തൃതി എത്രയെന്നറിയാമോ? 2131 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിനകത്ത് ഒരു പ്രത്യേകത, ഭൂവിഭാഗത്തിന്റെ 38% വനമാണ്. എന്തായാലും നമുക്ക് കുറച്ച് ചരിത്രമുണ്ട്. ചരിത്രത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയാണ്. എടയ്ക്കൽ ഗുഹയ്ക്ക് അടുത്തുള്ള കുപ്പക്കൊല്ലി, ആയിരം കൊല്ലി എന്നിവിടങ്ങളിൽ നിന്ന് ചെറുശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വെള്ളാരം കല്ലുകൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ കണ്ടെടുത്തിരുന്നു. ഈ തെളിവ് മൂലമാണ് 5000 വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ പ്രദേശത്ത് സംഘടിതമായ മനുഷ്യവാസം ഉണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നവീന ശിലായുഗ സംസ്കാരത്തിന്റെ നിരവധി തെളിവുകൾ വയനാട് മലകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിക്കും അമ്പലവയലിനും ഇടയ്ക്കുള്ള അമ്പുകുത്തി മലയിലുള്ള 2 ഗുഹകളിൽ നിന്നും അതിപുരാതനമായ ചുവർചിത്രം, ശിലാലിഖിതങ്ങളും ചരിത്ര ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം കണ്ടിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസിൽ ഒന്നാണ് വയനാട് ജില്ല. വയനാട് ജില്ലയിലേക്ക് ധൈര്യമായി യാത്ര ചെയ്തോളൂ. ധൈര്യമായിട്ട് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കാണെങ്കിൽ പറയുകയും വേണ്ട. പഴശ്ശിയുടെ നാട്ടിലേക്ക് താമരശ്ശേരി ചുരം കയറി ഒരു യാത്ര, അതൊരു വിനോദം കൂടിയല്ല കേട്ടോ, നമുക്ക് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ഒരു യാത്രയായിരിക്കും. എന്നൂരും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കാരാപ്പുഴ ഡാമിലേക്കായിരുന്നു. കാരാപ്പുഴ ഡാം ഒരുപാട് അഡ്വഞ്ചർ ട്രിപ്പുകളുള്ള ഒരു സ്ഥലം തന്നെയാണ്. കാരാപ്പുഴ ഡാമിൻ്റെ ഉള്ളിലത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരുപാട് വിനോദ ഉപകരണങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളതെല്ലാം കയറി നന്നായി ആസ്വദിച്ചു. എന്തായാലും കാരാപ്പുഴ ഡാം ഏറ്റവും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ്. ഏതായാലും നിങ്ങൾ വയനാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്ഥലം നമ്മുടെ എടയ്ക്കൽ ഗുഹയാണ്. ചരിത്രപരമായി ഒരുപാട് പ്രത്യേകതയുള്ള എടയ്ക്കൽ ഗുഹയിലേക്കാണ് പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചത്. ഇവിടെ നിന്ന് വണ്ടി നിർത്തി 1.5 കിലോമീറ്ററോളം മല കയറി വേണം എടയ്ക്കൽ ഗുഹയിലേക്ക് പോകാൻ. ये 30,000 साल पहले जबरदस्ती एक earthquake हो गया था, भूकंप से पत्थर फट के गिर गया था कि ऊपर से आके एक पत्थर उधर फंसा हुआ इन बिटवीन द स्टोन. इन बिटवीन स्टोन मीन मलयालम में बोलते हैं एडक्कल. इन बिटवीन इड़ा स्टोन मीन कल, इसलिए किसी जगह के एडक्कल के वो नाम आया. 6,000 साल पहले स्टोन एज पीपल से इसी जगह रॉक शेल्टर जैसे यूज़ किया, मान लो घर जैसे यूज़ किया. सेम लैंग्वेज नहीं था, लैंग्वेज पर्पस के लिए पत्थर तेज करके जो पत्थर में बना हुआ चित्र यूज़ किया. इसमें मेन फिगर यही है,
सिर पर क्राउन लगा हुआ, 2 हाथ ऊपर किया हुआ, ये किंग ऑफ ट्राइबल। ये उनको फ्रंट साइड फोटो, सेम उनको बैक साइड ही है। सीधे ऊपर एक लेडी विथ चाइल्ड। ये राउंड एक आदमी का चेहरा बना कर रखे, ह्यूमन फेस। 1 एलिफेंट है, एलिफेंट। अभी आप इस तरफ देख सकते हैं, राउंड है, राउंड का अप साइड में 1 पीकॉक नजर आएगा। राउंड का सीधे ऊपर एक पीकॉक, नीचे का राउंड नहीं उस टाइम क्या सन को प्रेयर करता था, इसलिए सन को बना कर रखे हैं। इधर का जो चित्र 3000 साल पुराना, ये 6000 साल पुराना चित्र है। अगर ये लेडी फिगर बना कर रखे हैं, लेडी। ये कपिल डांस है, जो आदमी आगे बांध लेके हंटिंग पोजीशन में आगे खड़े, लेडी दाहिने पैर फोल्ड करके डांस पोजीशन में। इनका मेन हॉबी था हंटिंग। हंटिंग में कोई जानवर वगैरह मिल जाता है, कुछ बनाते, तभी ये कपिल डांस बनाते हैं। ये उस टाइम उन्होंने यूज किया था वेपन से, चाकू पॉइंटर सारे हंटिंग और कार्विंग्स के लिए यूज किया हुआ ये वेपन। വയനാട്ടിൽ ഞങ്ങൾ എടക്കൽ ഗുഹയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ജനുവരി 1 to 15 പൂപ്പൊലി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി. 1-ാം തീയതി തന്നെ ഞങ്ങൾ അവിടെ എത്തി. പൂപ്പൊലി ഒരുപാട് ലക്ഷക്കണക്കിന് പൂക്കളെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടോ. അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എത്ര ക്യാമറയിലെടുത്താലും കൊതി തീരില്ല, അത്രയും മനോഹരമായിട്ട് അവർ അതിനെ ഒരുക്കിയിട്ടുണ്ട്. പൂപ്പൊലി എന്നുള്ളത് ഒരു ലോകം. എത്ര വെറൈറ്റി പൂക്കളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമുക്ക് എത്ര കണ്ട് ആസ്വദിച്ചാലും മതിയാവില്ല. സമ്മതിക്കണം, വയനാടിനെ ഈ രൂപത്തിൽ അവർ ഒരുക്കിയ ആ ടീമുകളെ ഭയങ്കര അതിശയമാണ്. ഇത്രയും നന്നായിട്ട് ഒരുക്കാനും എത്ര നല്ല മനോഹരമായിട്ടാണെന്നറിയാമോ. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ ബോച്ചയുടെ ടീ എസ്റ്റേറ്റ് ഉണ്ട്, ബോച്ചയുടെ സ്കാനിയ വണ്ടി കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്കാനിയ അതിൻ്റെ ഉള്ളിൽ അവർ സിൽവറിൻ്റെ കടയാണ് അതിൻ്റെ ഉള്ളിൽ നടത്തുന്നത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കണ്ടു. ഒടുവിൽ ഞങ്ങൾ അവിടെ എത്തപ്പെട്ടു. ബെയിലി പാലം, ഒരു 3 ഗ്രാമങ്ങൾ പിഴുതെറിയപ്പെട്ട ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന ബെയിലി പാലത്തിൽ അടുത്ത് ഞങ്ങൾ നിന്നപ്പോൾ എന്തെല്ലാമോ മനുഷ്യനൊക്കെ ഓടി നടന്ന ആ വഴികളും കുട്ടികളൊക്കെ ഓടി നടന്ന ആ പാതകളൊക്കെ ഇന്ന് വിജനമായിരിക്കുന്നു. കണ്ടോ, ഒരു ശവപ്പറമ്പ് പോലെ എല്ലാ വീടുകളും തകർന്നടിഞ്ഞു നിൽക്കുകയാണ്. അതാണ് സ്കൂള്. ആ കാണുന്ന സ്കൂളായിരുന്നു വെള്ളിമാട് കുന്ന് സ്കൂള്, കുട്ടികളെല്ലാം പ്രിയപ്പെട്ട സ്കൂള്. ഇന്ന് അവിടെ ഒന്നും ഒരു വിജനമാണ്. അങ്ങോട്ടൊന്നും ആരെയും കടത്തി വിടുന്നില്ല കേട്ടോ. ഏതോ ഒരു വിജനമായ ഒരു സ്ഥലത്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. നമുക്ക് വളരെയധികം വിഷമം തോന്നും. അനാഥമായി നിൽക്കുന്ന ആ സ്കൂള് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. നമ്മളൊക്കെ നിൽക്കുന്നത് ഏത് ഭൂമിയിലാണെന്നും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. ഇവിടെയൊക്കെ ഒരു ഗ്രാമമുണ്ടായിരുന്നു, 2-3 ഗ്രാമങ്ങളുണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഈ പാലത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്ര ചെറിയൊരു ബെയിലി പാലം, പക്ഷേ അന്നത്തെ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാനേ കഴിയുന്നില്ല. ഇത്രയും കണ്ടോ, അതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ, കല്ലുകളിങ്ങനെ കൂട്ടമായി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിറച്ച് വീടുകൾ കാണുന്ന വശത്ത് ആ സൈഡിലാണ് ഇപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ തെരുവ് കച്ചവടം ചെയ്യുന്നുണ്ട്. അവർ പലരും ഒറ്റപ്പെട്ട ആൾക്കാരാണ്, അപകടത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. പക്ഷേ അവരൊക്കെ വീണ്ടും ജീവിതം കരിപ്പിടിപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് പെട്ടുപോയ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ഓർമ്മകൾ അവിടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഇനിയും എത്രയോ ആളുകൾ മണ്ണടിയിലുണ്ടാവും, നമുക്കൊന്നും അറിയത്തില്ല. ഈ ഭൂമി അങ്ങനെ ഒരു ദുരന്ത ഭൂമിയായി നിലനിൽക്കുമ്പോൾ നമ്മളിവിടെ ഒരിക്കലെങ്കിലും വയനാട്ടിൽ പോവുകയാണെങ്കിൽ ഈ സ്ഥലത്ത് ഒന്ന് വന്ന് നോക്കണം. നമ്മുടെ ഒരുപാട് പേരുടെ ഓർമ്മകൾ ചിതറിത്തെറിക്കുന്ന ഈ വയനാട്ടിലൂടെ ഈ ബെയിലി പാലത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊക്കെ അറിയാതെ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. വയനാടിൻ്റെ യാത്രയിൽ ഒരുപാട് ഏരിയകൾ കാണാനുണ്ട്. വയനാട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒറ്റ ഉറക്കത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേർക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നാളത്തെ തലമുറകൾക്ക് വേണ്ടി ഈ വീഡിയോയുടെ സമർപ്പിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. നമ്മുടെ ജീവിതം എത്രയോ ഭംഗിയുള്ളതാണെന്ന് മറ്റുള്ള അറിയപ്പെട്ടെ. താങ്ക് യു ഫോർ